ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ മറുപടി ബഹുമാനായ ധനമന്ത്രി തന്നെ അവതരിപ്പിക്കും. എനിക്കിവിടെ നേരത്തെ നിയമമന്ത്രി ചെയ്തതുപോലെ ഒരു സഭയെ ആകെ അല്ലെങ്കിൽ നാടിനെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നേരത്തെ ബഹുമാനായ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് കിഫ്ബിയെ സംബന്ധിച്ചുണ്ടായി. കിഫ്ബിക്കെതിരെ എന്തെല്ലാം പറയാമോ അതെല്ലാം നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ വല്ലാത്ത ഒരു അവതരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. എന്താണ് പറ്റിയത് എന്ന് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നതിൽ തന്നെ ഉണ്ടായി. സർ, ഇവിടെ ഇന്നത്തെ നിലയിലുള്ള കിഫ്ബി എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് രൂപപ്പെട്ടത് എന്നത് ഹ്രസ്വമായി വിശദീകരിക്കുക നല്ലതാണെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവിന് അറിയാത്തതുകൊണ്ടല്ല, എന്നാലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കൂടി അത് മനസ്സിലാക്കുന്നതിന് സഹായകരമാകുമെന്നാണ് തോന്നുന്നത്. കിഫ്ബി ഇന്നത്തെ നിലയിൽ പരിവർത്തിക്കപ്പെട്ട പശ്ചാത്തലവും ആ സംവിധാനം ചെയ്ത കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം ഈ സഭയിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. ഇനി അഥവാ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചത് എന്നാണെങ്കിൽ അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. രാഷ്ട്രീയ പ്രേരിതമായി പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതകളുമായി ബന്ധമുണ്ടാകണമെന്നില്ലേ? അങ്ങനെ ഒരു പുതിയ രീതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബന്ധമില്ലായ്മയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദങ്ങളുടെ ദൗർബല്യത്തിന് അടിസ്ഥാനം. സർ, 1999 കിഫ്ബി ആക്ട് ഭേദഗതി ചെയ്യാനുണ്ടായ സാഹചര്യം സാമ്പത്തിക മരവിപ്പ്, വികസന മുരടിപ്പ്, അടിസ്ഥാന വികസന മേഖലയിൽ നിശ്ചലത, സാമ്പത്തിക വളർച്ചയിലെ മാന്ദ്യം, ബജറ്റിന് പുറമേയുള്ള വിഭവസമാഹരണം, ഇതൊക്കെ ഒരു അസാധ്യമായ നില. ഈ രംഗങ്ങളിലൊന്നും കിഫ്ബിക്കൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയായിരുന്നു. കിഫ്ബി എന്ന് ആരും വലിയ തോതിൽ കേട്ടിട്ടില്ലാത്ത സ്ഥിതിയായിരുന്നു. അതായിരുന്നു 2016 വരെയുള്ള സ്ഥിതി. ഈ മരവിപ്പിനെ മുറിച്ചു കടക്കാനും ബജറ്റിൻ്റെ പരിമിതിക്കപ്പുറത്ത് വിഭവസമാഹരണവും അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള വിനിയോഗവും ഉറപ്പാക്കാനും അടിയന്തരമായി ചിലത് ചെയ്തേ മതിയാവൂ എന്ന നില വന്നു. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഭാവനാപൂർണവും പ്രായോഗികവുമായി LDF സർക്കാർ നടത്തിയ ഇടപെടലായിരുന്നു 1999 കേരള അടിസ്ഥാന സൗകര്യ നിക്ഷേപ നിധി നിയമം ഭേദഗതി ചെയ്യൽ. സർ, അങ്ങനെയാണ് കിഫ്ബി വഴിയുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അതുവഴി ഉദ്ദേശിച്ചത്. അത് പ്രതീക്ഷകളെയും ലക്ഷ്യങ്ങളെയും കടന്ന് ഈ കഴിഞ്ഞ 8.5 വർഷം കൊണ്ട് 87,521 കോടി 36 ലക്ഷം രൂപയുടെ 1147 പദ്ധതികളുടെ വിജയകരമായ നിർവഹണത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ അറിയപ്പെടുന്ന വസ്തുതകളാണല്ലോ. ഇത് കേരളത്തിൽ ഒന്നും ശരിയാവില്ല എന്ന് വാദിച്ചവരെയും വിഭവങ്ങളുടെ അഭാവത്തിൽ ആകെ മുരടിക്കുന്ന അവസ്ഥയിൽ കേരളം അടിഞ്ഞു കിടന്നുകൊള്ളും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെയും ഒട്ടൊന്നുമല്ല പരിഭ്രമിപ്പിച്ചത്. വഴിയില്ലാത്തടത്ത് വഴി വെട്ടുകയായിരുന്നു, മരവിപ്പിനെ മുറിച്ചു കടക്കുകയായിരുന്നു. അതാണ് LDF സർക്കാർ ചെയ്തത്. 25-50 വർഷം കാത്തിരുന്നാൽ മാത്രം ഒരുപക്ഷെ നടന്നേക്കാവുന്ന കാര്യങ്ങൾ, അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ, ഇവ ഒട്ടും കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. അതും ഭാവി വരുമാനത്തെ സെക്യൂരിറ്റൈസ് ചെയ്തുകൊണ്ട് വിദൂര ഭാവിയിലേത് സമീപഭാവിയിലേക്ക് അടുപ്പിക്കുക. ഭാവി പദ്ധതികളെ വർത്തമാനകാലത്ത് നടപ്പാക്കുക. ഇതാണ്
ഉണ്ടാവുന്നത്. വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് വർഷം തോറും കിഫ്ബിക്ക് സർക്കാർ വിഹിതമായി നൽകിക്കൊണ്ടും കിഫ്ബി തനതായി വിഭവസമാഹരണം നടത്തിക്കൊണ്ടും പശ്ചാത്തല സൗകര്യ വികസനം ഉടനടി സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കൈവരിച്ചത്. കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചതിലൂടെ പ്ലാൻ ഫണ്ടിന് പുറമേയുള്ള അധിക വിഭവസമാഹരണവും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ കിഫ്ബിയുടെ പണം എന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല എന്നായിരുന്നു വാചകങ്ങളിൽ ഒന്ന്. സർ, തറവാടും സ്വത്തുമൊക്കെയായി അദ്ദേഹം ഇപ്പോഴും കാര്യങ്ങളെ അങ്ങേയറ്റം യാഥാസ്ഥികമായി കാണുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ കിഫ്ബി എന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നൂതനവും ധീരവുമായ കാൽവെപ്പാണ്. വികസനത്തിൻ്റെ ബദൽ മാതൃകയാണ്. അതിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. യാഥാസ്ഥിക കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതവുമില്ല. സർ, പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആക്ഷേപം. ഇവിടെ കുറച്ച് പഴയ കണക്കുകൾ കൂടി നോക്കാം. ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന 3 വർഷത്തെ ആകെ മൂലധന ചെലവ് 16,049 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിലെ കിഫ്ബിയിലൂടെ മാത്രമുള്ള മൂലധന ചെലവ് ഇതിലധികമാണ്. 17,857 കോടി രൂപയാണ് ബജറ്റിന് പുറമെ കഴിഞ്ഞ 3 വർഷത്തിൽ കിഫ്ബിയിലൂടെ മാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയത്. ഈ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 3 വർഷത്തിലെ മൂലധന ചെലവ് മാത്രം എടുക്കുക, അത് 41,773 കോടി രൂപയാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിനേക്കാൾ 2.6 മടങ്ങാണ് എന്നതാണ് വസ്തുത. ഇനി സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഒരുമിച്ച് കണക്കാക്കിയാൽ ഇത് കഴിഞ്ഞ 3 വർഷത്തിൽ 59,630 കോടി രൂപയാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിൻ്റെ 3.72 മടങ്ങ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള മൂലധന ചെലവ് ബജറ്റിലൂടെ ഉയർത്തുന്നതിന് പുറമെ കിഫ്ബിയിലൂടെയും കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയത്. കിഫ്ബിയുടെ മസാല ബോണ്ടും AFD മുഖേന കൊച്ചി മെട്രോ സമാഹരിച്ച വായ്പയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ പ്രതിപക്ഷ നേതാവിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ വിഷയം സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിശദമായ വിവരങ്ങൾ സഭയിൽ സമർപ്പിക്കപ്പെട്ടുള്ളതുമാണ്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാവാം. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഫ്രഞ്ച് കമ്പനിയായ AFDയിൽ നിന്നും എടുത്ത വായ്പയെ കിഫ്ബിയുടെ മസാല ബോണ്ടുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. അഥവാ അതിന് ശ്രമിക്കുന്നെങ്കിൽ അതിനു മുൻപ് US ഡോളറിലോ യൂറോയിലോ ഉള്ള വായ്പയെ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കിയുള്ള മസാല ബോണ്ടിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. സർ, ഇത് പരിശോധിച്ചാൽ കാണുക, അന്ന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കിഫ്ബിക്ക് വിദേശ ധനകാര്യ വിപണിയിൽ നിന്ന് പണം ലഭിച്ചത്. കിഫ്ബിയുടെ ബോണ്ടിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും തന്നെയില്ല. എന്നാൽ കൊച്ചി മെട്രോയുടെ AFD വായ്പയിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്. കരാർ പ്രകാരം ഈ തുക കേരള സർക്കാർ വഹിക്കേണ്ടതുമാണ്. കിഫ്ബിയിലെ CAG ഓഡിറ്റ് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരാക്ഷേപം. CAG ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 101 ആവർത്തിച്ച ഇല്ലാ കഥയാണ് ഇത്തവണയും പ്രതിപക്ഷ നേതാവിൻ്റെ നാവിൽ നിന്ന് വന്നത്. കിഫ്ബിയിൽ
CNAG ഓഡിറ്റ് നടക്കുന്നില്ല, അത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം. തികച്ചും വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണിത്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റ് എന്ന വിഷയം ഈ സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല എന്ന സത്യം ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമോന്നത ഓഡിറ്റിംഗ് സ്ഥാപനമെന്ന നിലയിൽ CNAGക്ക് കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം DPC ആക്ട് സെക്ഷൻ 14 നൽകുന്നുണ്ട്. സത്യം ഇതാണ്. ഇതിരിക്കെ കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് CNAGയെ സർക്കാർ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അനാവശ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഫ്ബിയിൽ പൂർണ്ണമായ CNAG ഓഡിറ്റിങ്ങിന് സർക്കാർ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യവുമാണ്. കിഫ്ബിയിൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം CNAGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. CNAG ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്, കൺകറൻ്റ് ഓഡിറ്റ് തുടങ്ങിയ ഓഡിറ്റുകളൊക്കെ കിഫ്ബിയിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. 2023-24 സാമ്പത്തിക വർഷം വരെയുള്ള കിഫ്ബിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും പദ്ധതികൾ സംബന്ധിച്ച രേഖകളും CNAG ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. 2020-21 മുതൽ 2023-2024 വരെയുള്ള കഴിഞ്ഞ 4 വർഷത്തെ CNAG ഓഡിറ്റ് 2024 ഒക്ടോബർ 21 മുതൽ ഡിസംബർ 12 വരെ കിഫ്ബിയിൽ നടന്നു. 53 ദിവസത്തോളം കിഫ്ബിയിൽ CAG സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടിയും നൽകിയിട്ടുണ്ട്. CNAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ അസംബ്ലിയിൽ വെക്കുന്നില്ല എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. 22/1/2021 നിയമസഭയുടെ മേശപ്പുറത്ത് സമർപ്പിക്കപ്പെട്ട കിഫ്ബിയെക്കുറിച്ചുള്ള CNAG ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടു എന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അതിനെ ഐകകണ്ഠേന നിരാകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അത് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നു എന്ന് തെളിയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണോ ധരിക്കേണ്ടത്? ഇതിനു പുറമെ കിഫ്ബിയുടെ സാമ്പത്തിക വിശ്വാസ്യത സംബന്ധിച്ച ഫിഡലിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാ സംസ്ഥാന ബജറ്റ് രേഖയോടൊപ്പവും നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പരിശോധിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. പദ്ധതി നിർവഹണത്തിൻ്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കിഫ്ബി ഒരു പദ്ധതിയുടെ അംഗീകാരത്തിന് മുൻപും അതിനുശേഷവും പദ്ധതിയുടെ നിർവഹണ സമയത്തും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പദ്ധതിയുടെ DPR, സാങ്കേതിക അവലോകനം, ഡിസൈൻ, എസ്റ്റിമേറ്റുകളുടെ പരിശോധന, പദ്ധതി അവലോകന സമയത്തെ സ്ഥലപരിശോധന, പദ്ധതി നിർവഹണ സമയത്തെ സാങ്കേതിക ഗുണനിലവാര പരിശോധന തുടങ്ങിയവയുടെ കാര്യത്തിൽ കിഫ്ബി കൃത്യത പാലിച്ചു പോരുന്നുമുണ്ട്. കിഫ്ബിക്ക് അതിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനം ആരംഭിച്ച ശേഷം നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2018 അതിനുശേഷവും ഉണ്ടായിട്ടുള്ള പ്രളയം, ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിയ 2020 കോവിഡ് മഹാമാരി, ഇതെല്ലാം കാരണം എല്ലാ മേഖലകളും സ്തംഭിപ്പിക്കപ്പെട്ടത് കിഫ്ബി പദ്ധതികൾ സമയബന്ധിതമായി പ്രാവർത്തികമാക്കുന്നതിന് ഒരു പരിധിവരെ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. 2018 ഓഗസ്റ്റിന് മുൻപ് അംഗീകാരം നൽകിയതും നടപ്പിലാക്കിക്കൊണ്ടിരുന്നതുമായ ചില പദ്ധതികൾ 2018 അതിനുശേഷവുമുണ്ടായ പ്രളയം മൂലം തടസ്സപ്പെട്ടു. പ്രളയത്തിന് ശേഷം പല പദ്ധതികളുടെയും സ്കോപ്പ്, ഡിസൈൻ എന്നിവയിൽ പൂർണ്ണമായോ ഭാഗികമായോ മാറ്റം വരികയും അതുമൂലം എസ്റ്റിമേറ്റ് ഉയർന്ന തോതിൽ പരിഷ്കരിക്കേണ്ടി വരികയും ചെയ്തു. ഇവ പിന്നീട് കിഫ്ബിയുടെ പുനരവലോകനത്തിനും പരിഷ്കരിച്ച ധനാനുമതിക്കുമായി സമർപ്പിക്കുകയായിരുന്നു. അവയിൽ ചില പദ്ധതികളുടെയെങ്കിലും മുൻപ് നിശ്ചയിച്ചിരുന്ന സ്ഥലം പ്രളയം ബാധിച്ചത് കാരണം മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അവയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കി DPR പരിഷ്കരിച്ച് തുടക്കം മുതലുള്ള അവലോകന പ്രക്രിയകൾ വീണ്ടും നടത്തി അംഗീകാരം നൽകേണ്ടി വന്നിട്ടുമുണ്ട്.
ആ കാലയളവിൽ നിർവഹണ ഏജൻസികൾ തയ്യാറാക്കിയിരുന്നതും എന്നാൽ കിഫ്ബിയിൽ സമർപ്പിക്കപ്പെടാതിരുന്നതുമായ പല പദ്ധതി റിപ്പോർട്ടുകളും ഇത്തരത്തിൽ പരിഷ്കരിക്കേണ്ടി വന്നിട്ടുമുണ്ട്. 2020 കോവിഡ് മഹാമാരിയും അതിനോടനുബന്ധിച്ച ലോക്ക്ഡൗണുകളും കിഫ്ബി പദ്ധതികളുടെ നിർവഹണത്തെ സ്തംഭിപ്പിച്ചിരുന്നു. കോവിഡ് മൂലം നിർമ്മാണ വസ്തുക്കളുടെയും മാനവ വിഭവശേഷിയുടെയും ക്ഷാമമുണ്ടായി. അത് നിർമ്മാണ മേഖലയിൽ സ്തംഭനമുണ്ടാക്കുകയും പദ്ധതി നിർവഹണത്തിന് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് പദ്ധതി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ തുകയിൽ വൻ വർധനവ് വരുത്തി. കോവിഡ് ഘട്ടത്തിലുണ്ടായ പദ്ധതികളുടെ മെല്ലേപ്പോക്ക് ഒന്ന് നേരെയാകുവാൻ പിന്നെയും മാസങ്ങളെടുത്തു. സർ, പദ്ധതികൾ ടെൻഡർ ചെയ്യുമ്പോൾ സാങ്കേതികതയിലും അനുഭവസമ്പത്തിലും വേണ്ടത്ര അവഗാഹമുള്ള കരാറുകാരുടെ ലഭ്യതക്കുറവ് കാലതാമസത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ്. കിഫ്ബി നിഷ്കർഷിക്കുന്ന ഗുണമേന്മയും സമയക്രമവും പാലിച്ച് പദ്ധതി നടപ്പിലാക്കാൻ നിർവഹണ ഏജൻസികൾക്കും കരാറുകാർക്കും വേണ്ട പോലെ സാധിക്കാതെ വരുന്നുമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ തുടർ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് കൂടുതൽ കാലതാമസം നേരിടുന്നുമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനെയും കിഫ്ബിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് കിഫ്ബി പദ്ധതികൾക്ക് വേഗം കുറവാണ് എന്ന് പരാമർശിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന വാഹന സാന്ദ്രത കണക്കിലെടുത്ത് റോഡുകൾ നിലവിലുള്ള വീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പകരം അധികമായി ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടിയും വളവുകൾ നിവർത്തിയും ഡിസൈൻ റോഡുകളായാണ് ഭൂരിഭാഗം കിഫ്ബി റോഡുകളും നിർമ്മിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടുന്നതുകൊണ്ട് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ കാലതാമസം പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിൽ പ്രകടമാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ പൂർത്തീകരണത്തിൽ സാധാരണഗതിയിൽ ശരാശരി 2-3 വർഷം സമയമെടുക്കുമെങ്കിലും ഭൂ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന പ്രാദേശികമായ എതിർപ്പുകൾ ഇത്തരം കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ അനിയന്ത്രിതമായ കാലതാമസത്തിന് കാരണമാകുന്നുമുണ്ട്. വനം വകുപ്പിൻ്റെ അനുമതി, പാരിസ്ഥിതിക അനുമതി, തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി, വെറ്റ്ലാൻഡ് ക്ലിയറൻസ്, നാവിഗേഷൻ ക്ലിയറൻസ് മുതലായവ ലഭ്യമാക്കുന്നതിലുള്ള സ്വാഭാവികമായ കാലതാമസം പ്രവൃത്തികൾ സമയബന്ധിതമായി ആരംഭിക്കുന്നതിനെ ബാധിക്കുന്നുമുണ്ട്. ഈ അനുമതികളുടെ ഭാഗമായി ചില പദ്ധതികളിൽ ഡിസൈൻ മാറ്റങ്ങൾ അനിവാര്യമായി വരുന്നു. ഇതുമൂലം എസ്റ്റിമേറ്റ് ഡ്രോയിങ് പുതുക്കേണ്ടി വരുന്നതും പ്രവൃത്തികൾ ആരംഭിക്കുന്നതിലുള്ള കാലതാമസത്തിന് കാരണമാകാറുണ്ട്. മലയോര ഹൈവേക്ക് ആവശ്യമായ വനം വകുപ്പിൻ്റെ അനുമതി, തീരദേശ ഹൈവേക്ക് വേണ്ട തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളുമാണ്. റോഡുകൾ വീതി കൂട്ടി നിർമ്മിക്കേണ്ടതിനാലും ഭാവിയിൽ പൈപ്പ് ലൈനുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലം പ്രവൃത്തി നിർവഹിച്ച റോഡുകൾ വെട്ടിപ്പൊളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ടതിനാലും നിലവിലുള്ള KSEB, വാട്ടർ അതോറിറ്റി, ജലനിധി, BSNL മുതലായ യൂട്ടിലിറ്റികൾ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അതിരിലേക്ക് മാറ്റി സ്ഥാപിച്ചതിന് ശേഷമാണ് ഭൂരിഭാഗം കിഫ്ബി പ്രവൃത്തികളും ആരംഭിക്കുന്നത്. ഇതുവഴി കാലഹരണപ്പെട്ട യൂട്ടിലിറ്റി ലൈനുകൾക്ക് പകരം സാങ്കേതിക മികവോടുകൂടിയതും കാര്യക്ഷമതയേറിയതുമായ യൂട്ടിലിറ്റി ലൈനുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെങ്കിലും ഇത്തരം പ്രവൃത്തികളിലുണ്ടാകുന്ന കാലതാമസം നിർമ്മാണ പ്രക്രിയയുടെ സമയക്രമത്തെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുണമേന്മയുടെ സുസ്ഥിരമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന സ്വാഭാവികമായ സമയദൈർഘ്യത്തെയാണ് കാലതാമസമെന്നും പദ്ധതികളുടെ ഇഴഞ്ഞുപോക്കെന്നും ഇവിടെ വിമർശിച്ചത്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യം. റെയിൽവേയുടെ ഭാഗത്തു നിന്നും GAD, ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്സ് അംഗീകാരം ലഭിക്കുവാനുണ്ടാകുന്ന കാലതാമസമാണ് പ്രധാനമായും റെയിൽ ഓവർബ്രിഡ്ജ് പദ്ധതികൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത്. GADക്ക് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. മേൽപ്പാലത്തിൻ്റെ റെയിൽവേ ലൈൻ കടന്നുപോകുന്ന ഭാഗത്തുള്ള സ്പാനുകളുടെ നിർമ്മാണം റെയിൽവേ നേരിട്ടോ അനുബന്ധ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലോ ആയതിനാൽ ഇത്തരം പ്രവൃത്തികളിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതും പദ്ധതികളുടെ മൊത്തം പുരോഗതിയെ ബാധിക്കുന്നുണ്ട്. കൂടാതെ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കൽ സംബന്ധിച്ച് നിലനിൽക്കുന്ന അനിശ്ചിതത്വം മൂലം റെയിൽവേ റോഡ് മേൽപ്പാലങ്ങളുടെ ഡിസൈൻ അന്തിമമാക്കുന്നതിന് സാധിക്കാതെ വരുന്ന സാഹചര്യവുമുണ്ട്.
സർ, ജലവിഭവ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ജലശുദ്ധീകരണ പ്ലാന്റുകൾ നിർമ്മിക്കാൻ കഴിയുന്ന വൈദഗ്ധ്യം നേടിയ കരാറുകാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടെൻഡർ നടപടികളിൽ ഉയർന്ന നിരക്കുകൾ കരാറുകാർ ആവശ്യപ്പെടുന്നു. ഇത് ഉയർന്ന ടെൻഡർ തുക അംഗീകരിക്കുന്നതിനുള്ള സർക്കാർ അനുമതി അനിവാര്യമാക്കുന്നു. ഇതും പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് കൂടുതൽ സമയം ആവശ്യമായി വരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. സർ, കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി കേരളത്തിൽ കൊണ്ടുവന്നത് സമാനതകളില്ലാത്ത വികസനമാണ്. ചെല്ലാനത്ത ജനങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് അറുതി കുറിക്കാൻ കഴിഞ്ഞത് കിഫ്ബി പദ്ധതിയിലൂടെയാണ്. 336 കോടി രൂപ വിനിയോഗിച്ച് ചെല്ലാനം തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി കിഫ്ബി നടപ്പിലാക്കിയ കടൽഭിത്തി പുനർനിർമ്മാണവും പുലിമുട്ട് നിർമ്മാണവും തീരശോഷണത്താൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായി എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞതിനെ തുടർന്ന് അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റഡിനെ കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ട സ്ഥലമെടുപ്പിന് 260 ലക്ഷം രൂപയാണ് കിഫ്ബി നൽകിയത്. അസ്തമിച്ചെന്ന് കരുതിയ ഒരു വ്യവസായ സ്ഥാപനത്തെ വലിയ സ്വപ്നങ്ങളോടെ കുതിച്ചുയർത്താൻ ഇത് സഹായിച്ചു. സർ, കോവിഡ് പോലെയുള്ള മഹാമാരികളും മറ്റ് പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കാൻ നിശ്ചയിച്ചു. ഇതിനോടകം 90 ഐസൊലേഷൻ വാർഡുകൾക്ക് കിഫ്ബി അംഗീകാരം നൽകി. അതിൽ 50 എണ്ണം പൂർത്തീകരിക്കാനുമായി. 236 കോടി 30 ലക്ഷം രൂപയുടെ ധനാനുമതിയാണ് ഐസൊലേഷൻ വാർഡ് പദ്ധതിക്കായി കിഫ്ബി നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ IT മേഖലയിലും കിഫ്ബി ധനസഹായം നൽകുന്നുണ്ട്. 1652 കോടി രൂപയാണ് ഈ മേഖലയിൽ കിഫ്ബി നൽകിയിട്ടുള്ള ഫണ്ട്. ടെക്നോ സിറ്റിയിലെ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പൂർത്തീകരിച്ചു. പുത്തൻ സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും പ്രയോജനകരമാകുന്ന കൊച്ചി ഇന്നൊവേഷൻ സോൺ കെട്ടിടം പൂർത്തീകരണത്തിൻ്റെ അന്തിമഘട്ടത്തിലുമാണ്. ഇൻ്റർനെറ്റ് ലഭ്യത ഇന്നൊരാഡംബരമല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യകതയാണ്. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് ആക്സസിനെ പൗരാവകാശമായി കേരളം പ്രഖ്യാപിച്ചത്. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് KFON വഴി സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും ഓഫീസുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തി ഡിജിറ്റൽ കണക്ടിവിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പത്തെ തന്നെ കേരളം തിരുത്തി എഴുതുകയാണ്. സർ, വെറും 10 മാസത്തിനുള്ളിൽ 70,000-ഓളം കണക്ഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് KFON വിജയകരമായി മുന്നേറുന്നു. KFON കണക്ടിവിറ്റി 23,000-ലധികം സർക്കാർ ഓഫീസുകളിൽ ലഭ്യമാക്കുകയും അത് സുപ്രധാന പൊതുസേവനങ്ങൾ ഓരോ പൗരനും ഒരു ക്ലിക്ക് മാത്രം അകലെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. കോട്ടൂർ, അട്ടപ്പാടി പോലെയുള്ള വിദൂര ആദിവാസി മേഖലകളിൽ ഡിജിറ്റൽ വിഭജനം നിലനിന്നിരുന്ന വൈഫൈ ആക്സസ് പോയിൻറ്റുകളും ഫൈബർ ഓപ്റ്റിക് കേബിളുകളും ഇൻസ്റ്റാൾ ചെയ്തതും മുൻപ് ലഭ്യമല്ലാത്ത ഓൺലൈൻ വിദ്യാഭ്യാസം, സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക അവസരങ്ങൾ എന്നിവ പാർശ്വവൽക്കൃത സമൂഹങ്ങൾക്ക് ലഭ്യമാക്കിയും ഈ വിഭജനത്തെ നാം മറികടക്കുകയാണ്. സർ, സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ്റെ കൈറ്റ് നേതൃത്വത്തിൽ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഹൈടെക് ക്ലാസ് മുറി, ഹൈടെക് ലാബ് പദ്ധതികളിലൂടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന നേട്ടം 2020 ഒക്ടോബറിൽ കൈവരിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുള്ള 16,027 സ്കൂളുകളിൽ 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 4,752 സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. 11,275 സ്കൂളുകളിൽ ഹൈടെക് ലാബ് പദ്ധതി നടപ്പാക്കി. സ്കൂൾ കെട്ടിടങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനവും ക്ലാസ് റൂമുകളുടെയും ലാബുകളുടെയും ഡിജിറ്റലൈസേഷനും ഒക്കെ തന്നെയും രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനാവാത്ത വിധം മെച്ചപ്പെടുത്താൻ നമുക്കായി. ഇത് 2025-26 കേന്ദ്ര ബജറ്റിൽ പുതിയൊരു പദ്ധതിയായി അവതരിപ്പിക്കുന്നതേ ഉള്ളൂ എന്നത് സംസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണത്തെ അടയാളപ്പെടുത്തുന്നതുമാണ്. SC/ST വിഭാഗത്തിന് കിഫ്ബി പണം അനുവദിക്കുന്നില്ല എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്.
കിഫ്ബി പദ്ധതികൾ കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും ക്ഷേമം മുൻനിർത്തിയുള്ളതാണ്. SC/ST വകുപ്പിൻ്റെ കീഴിൽ കിഫ്ബി 152 കോടി 23 ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് അനുമതി നൽകി. അതിൽ 80 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. 55% പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ളതാണ്. ഇതിനു പുറമെയാണ് സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ തുക വകയിരുത്തുന്നത്. അതിനാൽ കിഫ്ബി ഫണ്ടും പ്ലാൻ ഫണ്ടും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. സർ, പിൻവാതിൽ നിയമനം എന്താണ് മറ്റൊരു ആരോപണം. കിഫ്ബിയിൽ സർവീസിൽ നിന്നും വിരമിച്ച 14 ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. കിഫ്ബിയിൽ ആകെ 180 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. അതായത് 7% വിരമിച്ച ജീവനക്കാർ മാത്രമാണ് കിഫ്ബിയിൽ ജോലി ചെയ്യുന്നത്. കിൻഫ്ര അമ്പലമുകളിൽ സ്ഥാപിക്കുന്ന നിർദ്ദിഷ്ട പെട്രോ കെമിക്കൽ പാർക്കിൻ്റെ സ്ഥലമേറ്റെടുപ്പിനായി കിഫ്ബി 977 കോടി 46 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് റവന്യൂ ആയി ഇതിനോടകം 540 കോടി 22 ലക്ഷം രൂപ കിഫ്ബിക്ക് തിരികെ ലഭിച്ചിട്ടുമുണ്ട്. 2016 കിഫ്ബി ഭേദഗതി പ്രകാരം പെട്രോളിയം ഇന്ധനങ്ങൾക്ക് മേലുള്ള 1% സെസ്സും 10% വീതം വാർഷിക വർധന വരുത്തി 5-ാം വർഷം മുതൽ ഏർപ്പെടുത്തുന്ന 50% മോട്ടോർ വാഹന നികുതിയുമാണ് കിഫ്ബിയുടെ വരുമാന സ്രോതസ്. ഈ സ്രോതസ്സിനെ സെക്യൂരിറ്റൈസ് ചെയ്ത് സെബിയും RBIയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി വായ്പയെടുത്ത് കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരികയാണ് കിഫ്ബിയുടെ ലക്ഷ്യം. ഇത്തരത്തിലുള്ള ധനസമാഹരണം 2022 വരെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മുൻ ധനമന്ത്രി കിഫ്ബി റോഡുകളിൽ നിന്നും പാലങ്ങളിൽ നിന്നും ടോൾ പിരിക്കേണ്ടി വരില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. കേരള FRA ആക്ടിന് വിരുദ്ധമായി സർക്കാർ അവലംബിച്ച നയവ്യതിയാനത്തിൻ്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്തിൻ്റെ ലെജിറ്റിമേറ്റ് എക്സ്പെക്റ്റേഷന് വിരുദ്ധമായി 2022 കിഫ്ബിയെയും സമാന സ്ഥാപനങ്ങളെയും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത്. ഇതുമൂലം 2022 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് 15,895 കോടി 50 ലക്ഷം രൂപയുടെ അധിക വായ്പ എടുക്കലിനുള്ള അവകാശം നഷ്ടപ്പെട്ടു. മൊത്തത്തിൽ 2016 മുതൽ 2023 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ സംസ്ഥാനത്തിന് 1,07,513 കോടി 9 ലക്ഷം രൂപയുടെ ചെലവ് നഷ്ടമോ വിഭവ കമ്മിയോ ഉണ്ടായി. സർ, തുടർന്ന് കിഫ്ബി വായ്പ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തുകൾ അയച്ചിരുന്നു. എന്നാൽ അനുകൂലമായ നടപടികൾ ഒന്നും തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം സ്യൂട്ട് ഫയൽ ചെയ്തത്. ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിൻ്റെ പ്രതിവാദത്തിൽ കേന്ദ്ര സർക്കാർ നിരത്തിയ ന്യായം കിഫ്ബി പദ്ധതികൾ വരുമാനദായകമല്ലെന്നും സമാന സ്ഥിതിയിലുള്ള NHAI തുടങ്ങിയ കേന്ദ്ര സർക്കാർ ഏജൻസികളെല്ലാം വരുമാനം നേടുന്നവയാണെന്നും അതുവഴി തിരിച്ചടവ് സാധ്യമാകുന്നു എന്നുമാണ്. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ്. ടോൾ വഴി വരുമാനം കണ്ടെത്തുന്ന NHAI ആകെ തിരിച്ചടവിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ടോൾ വഴി നേടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓപ്പൺ മാർക്കറ്റ് കടമെടുപ്പും കേന്ദ്ര സർക്കാർ ഗ്രാൻറ്റുകളുമാണ്. കേരളത്തിൻ്റെ വാദങ്ങളിൽ കടമ്പുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി ഈ കേസിനെ ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാർ തന്നെ കിഫ്ബി മാതൃകയിൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം വിവേചനപരമായ സമീപനം കാരണമാണ് കിഫ്ബി പദ്ധതികളെ എങ്ങനെ വരുമാനദായകമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ സംസ്ഥാന സർക്കാർ തത്വത്തിൽ നടത്തിയത്. കിഫ്ബി പദ്ധതികൾ വരുമാനദായകമാക്കിയാൽ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങളെ ഗണ്ണിക്കാൻ കഴിയും. കിഫ്ബി വായ്പകളെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഒഴിവാക്കാനും കഴിയും. അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് കിഫ്ബി കടമെടുക്കുന്നത്. സംസ്ഥാന സർക്കാർ വാഹന നികുതിയുടെ 50%, പെട്രോളിയം സെസ്സും
കിഫ്ബിക്ക് ഗ്രാൻഡായി നൽകുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൂടാതെ കിഫ്ബി സ്വന്തം നിലയിലെടുക്കുന്ന ലോണുകൾ കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണ്. കിഫ്ബിക്ക് ഗ്രാൻഡ് ഇനത്തിൽ ഇതുവരെ നൽകിയ 20,000 കോടിക്ക് പുറമെ ചെലവഴിച്ച 13,100 കോടി രൂപ പൂർണ്ണമായും കിഫ്ബി കണ്ടെത്തിയതാണ്. അത് കിഫ്ബിയുടെ മാത്രം ബാധ്യതയാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ഓർക്കേണ്ടതുമുണ്ട്. യൂസർ ഫീ ഈടാക്കുന്ന സാഹചര്യത്തിൽ ആ യൂസർ ഫീയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ട് തന്നെ കിഫ്ബിയുടെ ലോണുകൾ തിരിച്ചടക്കുന്നതിനുള്ള സാധ്യത തെളിയും. അതുവഴി സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് കാലക്രമേണ ഘട്ടം ഘട്ടമായി ഒഴിവാക്കാനുമാവും. കിഫ്ബി കൃത്യമായും സത്യസന്ധമായും വായ്പകൾ തിരിച്ചടക്കുന്നത് കൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് മികച്ച ക്രെഡിറ്റ് റേറ്റിംഗ് നിലനിർത്താൻ സാധിക്കുന്നതും ധനകാര്യ സ്ഥാപനങ്ങൾ കിഫ്ബിക്ക് വായ്പകൾ നൽകാൻ സന്നദ്ധമായി വരുന്നത്. സർ, കിഫ്ബി എന്നത് ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സാമ്പത്തിക സ്ഥാപനമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധസത്യങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും കൊണ്ട് എത്രയൊക്കെ തമസ്കരിക്കാൻ ശ്രമിച്ചാലും കിഫ്ബി അതിൻ്റെ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതിനെല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട കാര്യം ഞാൻ CM പറഞ്ഞതിന് മുഴുവൻ മറുപടി പറയുന്നില്ല, അതിനുള്ള അവസരം എനിക്കില്ല. ഞാനത് പുറത്തു പറയാം. ഒറ്റ കാര്യം മാത്രം, അങ്ങ് ഞാൻ ഓഡിറ്റില്ല എന്ന് പറഞ്ഞു. ഓഡിറ്റില്ല എന്നല്ല പറഞ്ഞത്. ഓഡിറ്റ് സെക്ഷൻ 14(1) ഓഡിറ്റാണ് അവിടെ നടക്കുന്നത്. അതിന് കിഫ്ബിയുടെ അനുവാദം ആവശ്യമില്ല. അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ല. കിഫ്ബി C&AG നിരന്തരമായി ആവശ്യപ്പെടുന്നത്, വർഷങ്ങളായിട്ട് നമ്മളിത് ഹൗസിൽ പറയുന്നതാണ്, സെക്ഷൻ 21 ഓഡിറ്റാണ്. സെക്ഷൻ 21 ഓഡിറ്റും സെക്ഷൻ 14 ഓഡിറ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സെക്ഷൻ 20 ഓഡിറ്റിന് കിഫ്ബി അനുമതി കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ ഓഡിറ്റ് ഇല്ല എന്നുള്ളതല്ല. അങ്ങ് പറഞ്ഞ പോലെ 2021 22 ഇവിടെ വെച്ചത് കിഫ്ബി ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടല്ല. കിഫ്ബി ഈ കടമെടുക്കുകയാണെങ്കിൽ അന്തിമമായിട്ട് അതിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വരും എന്നുള്ള ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് ഗവൺമെൻറ് മൂവ് ചെയ്തിട്ട് സഭ റിജക്റ്റ് ചെയ്തത്, ആ റിപ്പോർട്ട്. അല്ലാതെ ഓഡിറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓഡിറ്റ് 41 ഓഡിറ്റ് പോരാ, സെക്ഷൻ 20 ഓഡിറ്റ് വേണം, 22 ഓഡിറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് ഞാൻ ഓഡിറ്റേ ഇല്ല, ഞാൻ അവിടെ നടക്കുന്നൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അത് ഇപ്പം തുടങ്ങിയതല്ല, നേരത്തെ തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് മറുപടി പറയാവുന്നേ. സർ, ഇത് രേഖയിലുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിലായിരുന്നു, അതുകൊണ്ടാണ് അത്തരത്തിൽ പറയേണ്ടി വന്നത്.